നടന്ന് നടന്ന് ക്ഷീണിച്ച്. എന്നാ നീ ഇവിടെ ഇരുന്നോടാ? റോട്ടുമ്മലാണോ ഇരിക്കുക? പിന്നെ നീ എന്താ പറയുന്നേ? എന്തായാലും വീട്ടിലെത്താനേ അവിടെ ഇരിക്കാം. ആകെ ഒന്നാലേക്കുള്ള സമാധാനമുണ്ട്, നാളെ സ്കൂളിലല്ലോ. അല്ലടി, നാളെന്താ സ്കൂളില്ലാത്തേ? അവിടെ പൊട്ട ശനിയാഴ്ച ക്ലാസ് ഇല്ല വെച്ചേ. ഓ, അപ്പൊ നാളെ ശനിയായിരുന്നു അല്ലേ? അല്ല, ഞായർ. എന്തെങ്കിലും ആവട്ടെ, വേഗം നടക്കുക, വീട്ടിലേക്ക് പോകാൻ എനിക്കാണെ ഒട്ടും വയ്യ. അതന്നെ, ഇവിടെ സംസാരിച്ച് നിൽക്കാനാണോ? അത് പറഞ്ഞ ശരിയാ, വാടി നമുക്ക് നടക്കാം. അങ്ങനെ വീടെത്തി. ഇനി 2 ദിവസത്തേക്ക് സ്കൂളില്ലല്ലോ, നമുക്ക് എന്നാ കളിക്കാം. ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യാം. പിന്നെ ഫോണൊന്നും അമ്മ തരൂല മെസ്സേജ് അയക്കാൻ. നാളെ നമുക്ക് ബീച്ചിന്റെ അവിടെ വെച്ച് കാണാം, അവിടെ നിന്ന് കളിക്കാം. എടി, എന്റെ അമ്മ വിടുമെന്ന് അറിയില്ല. ഒരു കാര്യം ചെയ്യാം, നമ്മളെല്ലാം മാറ്റി നിന്റെ വീട്ടിലേക്ക് വരാം. എന്നിട്ട് നിന്റെ അമ്മനെ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഓക്കെ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഞാനും വരാം. എനിക്കൊരു കുഴപ്പമില്ല, ഞാനും വരാം. എന്നെയും വിടും. നാളെ എത്ര മണിക്കേക്കാ? ഒരു 11 മണിക്കേക്ക് എല്ലാരും എണീക്കണേ. എന്നാ നാളെ എല്ലാരും എന്റെ വീട്ടിൽ 11 മണിക്കേക്ക് എത്തിക്കോട്ടോ. ഞാൻ അമ്മയോട് ഇതിനെ പറ്റി ഒന്നും പറയില്ല. നിങ്ങൾ നാളെ വന്നാൽ പറഞ്ഞാൽ മതി. നിങ്ങൾ അമ്മയോട് പറഞ്ഞാൽ മതി. ഞങ്ങൾ അവളോടൊന്നും പറഞ്ഞിട്ടില്ല. നമ്മള് പെട്ടെന്ന് കളിക്കാൻ തീരുമാനിച്ചപ്പോഴത്തേക്കും അവളും കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ചു, അതാന്ന് പറഞ്ഞാൽ മതി. എടീ ബുദ്ധിരാക്ഷസി. എന്നാ ഓക്കെ, ഇപ്പൊ തന്നെ സമയം ലേറ്റായി. ഇപ്പൊ അമ്മന്റെ അടുത്ത് വഴക്ക് കേൾക്കും. പിന്നെ ഞാൻ പോട്ടെ. ശരി ശരി, പപ്പ വഴക്ക് പറയും, ഞങ്ങളും പോട്ടെ. എന്നാ ഓക്കെ, ബൈ. ബൈ. രണ്ട് മഹാറാണികളെ എത്തിയാ? എടി പരിപാടി എന്നാ തോന്നുന്നേ. നമ്മുടെ എണ്ണമേരാടെയും അമ്മമാർക്ക് നല്ലോണം ദേഷ്യം പിടിച്ചിട്ടാണെന്നില്ല. ഇനി ഇന്ന് എന്തായാലും തല്ലുറപ്പാ. ശരിയാ ശരിയാ. മനസ്സിലായി, നമ്മള് സ്കൂളിൽ നിന്ന് ഡ്രസ് പോലും മാറ്റാണ്ടല്ലേ ഇത്ര നേരം കളിച്ചു കുത്തിരുന്നത്. അത് തന്നെ ആയിരിക്കല്ലേ. അത് പിന്നെ മമ്മി, നമ്മുടെ ഹോംവർക്കിനെ പറ്റി സംസാരിക്കുന്നേനു. എന്ത് ഹോംവർക്ക്? അത് ടീച്ചർ ഇന്ന് കുറെ കണക്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നമ്മൾ ഫ്രണ്ട്സിനോടെല്ലാം ചോദിക്കുന്നേനു, ഈ ഹോംവർക്കെല്ലാം എങ്ങനെയാ ചെയ്യേണ്ടത്. അതാ ലേറ്റ് ആയത്. വിശ്വസിച്ച് ഈ പ്രാവശ്യമൊക്കെ നമ്മൾ ക്ഷമിച്ചിനി. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല, കേട്ടനാ? നമുക്കല്ലെങ്കിൽ അറിയാം നമ്മുടെ മമ്മി നമ്മളെ അടിക്കൊന്നില്ലാന്ന്. നമ്മുടെ മമ്മി ഭയങ്കര അടിപൊളിയല്ലേ. സോപ്പിടാതെ പോയിട്ട് കുളിച്ച് മാറ്റിട്ട് വാപ്പോ, അല്ലെങ്കിൽ എടുത്ത് തന്നെ ചെയ്യുമെന്ന് കിട്ടും. അയ്യോ വേണ്ട മമ്മി, നമ്മൾ വേഗം പോയിട്ട് വരാം. ഈ കുട്ടികളുടെ ഒരു കാര്യേ. എന്നിട്ട് പിന്നെന്താകാൻ, ഒരു വിധാണ് ലാസ്റ്റ് രക്ഷപ്പെട്ടത്. അയ്യോ മക്കൾ, ഇതെന്താ നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ആന്റി, അത് പിന്നെ നാളെ സ്കൂളില്ലല്ലോ, അതുകൊണ്ടാ. ആര് പറഞ്ഞു സ്കൂളില്ലാന്ന്? കുറച്ച് നേരത്തെയും കൂടി ഗ്രൂപ്പിൽ വന്നിട്ടേ ഉള്ളൂ. നാളെ സ്കൂൾ വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ക്ലാസ്. എന്ത് നാളെ സ്കൂൾ ഉണ്ടല്ലോ? അതെ, വേഗം കടന്നോടേക്കോ, കേട്ടില്ല? നാളെയെങ്കിലും സമാധാനത്തോടെ ഇരിക്കാന്ന് വിചാരിച്ച ഇതിനും സമ്മതിക്കൂല തന്നെ. ആദ്യത്തെ ഒരാഴ്ച വേണ്ടല്ലോ ഇത്ര ദിവസം നമ്മളോട് കളറിട്ടാന്ന് പറഞ്ഞത്. നാളെ മുതൽ അപ്പൊ യൂണിഫോം ഇടണ്ട. അതാലേക്കും എനിക്ക് ഏറ്റവും വലിയ സങ്കടം. ഇനി പറഞ്ഞിട്ടെന്താ, നമുക്ക് ഉറങ്ങാം. എണീച്ചില്ലേ മക്കളെ? മക്കളെ എണീക്ക്, സ്കൂളിൽ പോണ്ടേ? മക്കളെ മര്യാദക്ക് എണീച്ചോ? ഞാൻ ചൂടെടുത്തിട്ട് വരണ? അയ്യോ വേണ്ട മമ്മി, നമ്മൾ എണീച്ചു. മക്കളെ സമയമാന്ന്, പോയിട്ട് മാറ്റിട്ട് വാ. പുതിയ യൂണിഫോം അല്ലേ, അപ്പൊ നിങ്ങളെ കാണാൻ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറയാം. വേഗം വാ. ഓക്കെ മമ്മി.